അതേസമയം വടക്കു നിന്നൊരു കസർത്ത് വേറെ തുടങ്ങിയിട്ടുണ്ട്. സംഗതി പിടിയിട്ടില്ലേ? യാത്രയാണ്, മഹായാത്ര, ജനമഹായാത്ര. ലോക സമാധാനത്തിന്റെ പ്രതീകമെന്ന് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ നിന്ദിക്കുന്ന നടപടികളാണ് ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാത്മജിയെ വധിക്കാൻ നേതൃത്വം നൽകിയ ഹിന്ദുത്വ തീവ്രവാദ ശക്തികൾ ഇന്നും ഈ രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്നു. ഇത്തരം ശക്തികൾക്ക് ഒത്താശയും പിന്തുണയും ചെയ്യുന്ന കേന്ദ്ര ഭരണകൂടം രാഷ്ട്രനിന്ദയ്ക്ക് കുടപിടിക്കുകയാണ്. മഹാത്മജിയുടെ 71ാം രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിവധം പുനരാവിഷ്കരിച്ച് ഗാന്ധി ചിത്രത്തിലേക്ക് വെടിയുതിർത്ത് ഗാന്ധി ഘാതകൻ ഗോഡ്സേക്ക് ജയ് വിളിച്ച രാജ്യദ്രോഹികളെ കൽത്തുറങ്കിൽ അടയ്ക്കുന്നതിന് പകരം പ്രധാനമന്ത്രി അടക്കമുള്ളവർ നടത്തുന്ന ഒളിച്ചുകളിക്കെതിരെ രാജ്യസ്നേഹികൾ ഉണരുകയാണ്. ഈ കോൺഗ്രസുകാരെന്താണാവോ ഇങ്ങനെ നിന്ന് പ്രസ്താവന നടത്തുന്നത്? രാഷ്ട്രപിതാവ് മഹാത്മജി ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികളായ ദേശീയ നേതാക്കന്മാർക്കെതിരെ നടക്കുന്ന നിന്ദകൾക്കെതിരെ നാടുണരുകയാണ്. സംഘപരിവാർ ശക്തികൾ നടത്തുന്ന ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ എന്തു വില കൊടുത്തും നേരിടുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഗാന്ധി നിന്ദയ്ക്കെതിരെ ദേശാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. അതു ശരി, പ്രതിജ്ഞയായിരുന്നു. നെടുങ്കൻ പ്രസ്താവന അതിൻ്റെ ആമുഖമായിരുന്നു. അതൊക്കെ എന്തായാലും ശരി. കോൺഗ്രസ്സുകാരിങ്ങനെ നിരന്നു നിന്ന് സംഘപരിവാറിനെതിരെ പ്രതിജ്ഞ എടുക്കുമ്പോൾ ഒരു പ്രധാന കോൺഗ്രസ്സുകാരനെ മാത്രം അവിടെ കണ്ടില്ല കേട്ടോ. അങ്ങനെ ജനമഹായാത്ര ഒരു ജില്ല കടന്ന് കണ്ണൂരിലെത്തി. സംഘപരിവാർ വിരുദ്ധ പ്രതിജ്ഞ കണ്ണൂരിലെത്തി ആവർത്തിച്ചപ്പോഴും ആ നേതാവിനെ കണ്ടില്ല. ആരെ? സുധാകരനെ, കെ സുധാകരനെ. ഈ ജനമഹായാത്രയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രതിജ്ഞ കഴിഞ്ഞ ശേഷമാണ് സുധാകരൻ അരങ്ങേറുന്നത്. അസത്യപ്രതിജ്ഞ വേണ്ട എന്ന് വെച്ചിട്ടാവും. ഏതായാലും സംഘപരിവാറിനെതിരെ പൊരുതുമെന്ന് കെ സുധാകരൻ ഇതുവരെ പ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഈ ജനമഹായാത്ര കേരളത്തിലെ 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന മോഡി ഗവൺമെന്റിനെയും അതുപോലെ കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റിനെയും അതിന് ദുഷ്ചെയ്തികളെയും ഒക്കെ തന്നെ തുറന്നു കാട്ടിക്കൊണ്ട് ലക്ഷക്കണക്കായ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. ലളിതമാണ് മോഹങ്ങൾ. KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് പിണറായി വിജയന്റെ ഭരണം തകരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുവരെ പ്രസംഗിക്കും. അത്രയേ ഉള്ളൂ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി
ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്ത ഒരു പ്രസ്താവനയുടെ കോപ്പി നിങ്ങളൊക്കെ തന്നെ പത്രത്തിൽ വായിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ കിട്ടിയാലും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട ശ്രീമാൻ പിണറായി വിജയൻ, ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ, നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്താണ്? ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല. കോൺഗ്രസ് വന്നില്ലെങ്കിൽ ആര് വരും? കോൺഗ്രസ് വന്നില്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും എന്ന് പറയുന്ന നിങ്ങൾ, ആ മനസ്സിന്റെ ചിത്രം എന്താണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ മനസ്സിൽ ഈ രാജ്യത്ത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്ത് ഹിന്ദുത്വ വികാരമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികളെ പരാജയപ്പെടുത്താനുള്ള ഒരു സമീപനമാണ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കാര്യം ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കാതെയൊന്നുമില്ല. ഇതാ ഇത്ര മാത്രമേ കോടിയേരി പറഞ്ഞിട്ടുള്ളൂ. BJP ഗവൺമെൻറ്റിനെതിരായുള്ള ശക്തമായ അഭിപ്രായം ദേശീയ തലത്തിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരിക, അതിന് ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക, ഈ ലക്ഷ്യത്തോടു കൂടി ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതണം എന്ന അഭ്യർത്ഥനയാണ് കേരളത്തിലെ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ വോട്ടർമാരുടെ മുന്നിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ KPCC പ്രസിഡന്റ് ഇങ്ങനെ ചൂടാവുന്നത്? കേരളം വിട്ടാൽ പാർട്ടി കോൺഗ്രസ്സാണ്. ഏതായാലും എത്ര മണ്ഡലത്തിൽ കോൺഗ്രസ് MP മാരുണ്ടാകും എന്നൊന്ന് അറിഞ്ഞു വെക്കാം. എറണാകുളത്ത് KV തോമസ് തന്നെയായിരിക്കും. KV തോമസ് മാത്രമല്ല, ഇവിടെ ഒത്തിരി ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. ഞാൻ മാത്രമല്ല സൊല്യൂഷൻ. ഞാൻ ജീവിതത്തിൽ വളർച്ചയും തളർച്ചയും കണ്ടിട്ടുള്ള ആൾ. K കരുണാകരൻ ഉൾപ്പെടെ നേരിട്ട് CM-CF-നെ കണ്ടു. അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം എനിക്കൊന്നുമില്ല. പക്ഷേ എറണാകുളത്തെ കൊണ്ടു നടക്കാൻ കഴിയുന്ന നേതൃത്വം ഉള്ള രാഷ്ട്രീയ നേതൃത്വം. തോൽക്കുമോ എന്ന ആശങ്കയുള്ളത് കൊണ്ടാണോ മാഷ് ഒന്ന് പതുങ്ങുന്നത്? അതോ യൂത്തന്മാരെ ഒന്ന് തണുപ്പിക്കാനോ? ഒരു വിധത്തിലും ആശങ്കയില്ല. പക്ഷേ നമ്മൾ അവധാനതയുടെ കാര്യങ്ങൾ കാണുന്നത് അല്ല, പഴയ എറണാകുളം അല്ല. അതാണ് അതിൻ്റെ ക്ലൈമാക്സ്. എറണാകുളം പഴയ എറണാകുളമല്ല. ഞാൻ 84 നിൽക്കുന്ന കാലത്ത് ആലുവയുണ്ട്. ആലുവ എന്ന് പറഞ്ഞാൽ 25,000 പ്ലസ്സാണ്. അന്ന് ആ ആലുവ വിട്ടുപോയി. വടക്കേക്കര കോൺഗ്രസിന് -25,000. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ 84,000 ജയിച്ചതാണ്. എനിക്ക് കഴിയുന്നത്. ഞാൻ പറഞ്ഞത് അവധാനതയോടെ ഒരു തിരഞ്ഞെടുപ്പിനെ കാണും. എറണാകുളം പഴയ എറണാകുളമല്ലെങ്കിലും തോമസ് പഴയ തോമസ് തന്നെയാണ്. നിന്നാൽ ജയിച്ചിരിക്കും.